അപ്പം നമുക്കൊരു വളരെ വിശിഷ്ടാതികളായ രണ്ടുപേരെ നമ്മൾ കാത്തിരിക്കാൻ പോണ്. അവരോട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൂ ദാറ്റ് ഇസ്. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. കീവരം നിങ്ങൾക്കൂടെ ബൊക്കെയൊക്കെ തന്നു. അപ്പോൾ കാണുന്ന ആൾക്ക് വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നത്, എന്താ സംഭവം എന്നുള്ളത്. ശരിക്കും എന്താ സംഭവം? CMA ഇന്റർ എക്സാമിനേഷനിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യയിൽ 41st റാങ്ക്. അക്ഷയ്ക്ക് ഓക്കെ, അത് കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിൽ 3rd റാങ്ക്. ഓൾ കേരള 2nd റാങ്ക് 3rd റാങ്ക് കിട്ടിയിട്ടുള്ള അക്ഷയും അമലുമാണ് നമ്മുടെ കൂടെ. അപ്പൊ ഇനി ഇവിടുത്തെ അക്ഷയ അമലും അല്ല, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അക്ഷയ അമലാണ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു. നിങ്ങൾ റിസൾട്ട് ഇന്ന് അതിരാവിലെ വന്നു. നിങ്ങൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ എവിടെയായിരുന്നു? ഉറങ്ങി എഴുന്നേറ്റു. കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രമെടുത്താൽ കേരളത്തിൽ നിന്ന് CMA ഇന്റർമീഡിയറ്റ് റാങ്ക് ഉണ്ടായിട്ടില്ല. CMA Inter June 24 results are out and India's biggest results are in III. അതെ, ഇന്ത്യയിലെ CMA Interലെ ഓൾ ഇന്ത്യ റാങ്ക് 39ഉം 41 നമ്മുടെ കൂടെയുണ്ട്. കൂടാതെ അവർ കേരള സ്റ്റേറ്റിലെ റാങ്ക് നമ്പർ 2 and 3 ആണ്. അപ്പോൾ വി ഹാവ് അക്ഷയ് ആൻഡ് അമൽ ഫ്രം III ഹിയർ. അക്ഷയ് അമൽ, റിസൾട്ട് വന്ന സമയത്തുള്ള ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു അക്ഷയ്? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്താണ്, ഉറക്കത്തിനിടയിലാണ് ആക്ച്വലി അറിയുന്നത്. ഉറക്കത്തിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് 7 മണിയായപ്പോൾ രാവിലെ വിളിച്ച്. ഉറക്കത്തിലായിരുന്നു ആക്ച്വലി. അത്രയും നേരം ഉറക്കം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. തലേദിവസം ഉറങ്ങിയിട്ട് ഉറക്കം വീഴുന്നില്ല. 1 മണിയാകുമ്പോൾ എണീക്കും, കുറച്ചു നേരം നടക്കും, 1:30 എണീക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഒന്ന് ഉറക്കം വീട് വന്നപ്പോഴായിരുന്നു ഒരു കോൾ വന്നത്. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആക്ച്വലി. അറിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛനും അമ്മേനെയും വിളിച്ച് കാര്യം അറിയിച്ചു. റിസൾട്ട് പാസ്സാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അക്ഷയ്? ഉണ്ടായിരുന്നു. പാസ്സാവുന്ന ഒരു 90-95% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ റാങ്ക് അടിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആക്ച്വലി. ഒരു 420, 430 ആ റേഞ്ചാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് പാസ്സാവുന്നുള്ള വിശ്വാസത്തിൽ. ബട്ട് 420-ൽ നിന്ന് ആക്ച്വൽ റിസൾട്ട് 520-ലേക്ക് എത്തുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. റാങ്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, റാങ്ക് കിട്ടുന്ന ഒരിക്കലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഒരു 7 മണിക്ക് എണീറ്റപ്പോഴും ജയിച്ച്, വേറെ പിന്നെ മൈൻഡിലൊന്നുമില്ല ആക്ച്വലി. പിന്നൊരു അവിടെ അക്കാഡമിക്സ് ടീമിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള റിസൾട്ട്സ് ചെക്ക് ചെയ്ത ടൈമിൽ ഒരു 10 മണിയായപ്പോൾ ജുനീത് സാറാണ് എന്നെ ആക്ച്വലി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്, ഒരു 521 മാർക്സിൽ ഒന്ന് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തോടെ ചോദിച്ചു. അപ്പോഴാണ് ആക്ച്വലി റാങ്ക് ലിസ്റ്റ് എടുത്തു നോക്കിയപ്പോഴാണ് പേര് കണ്ടത്. ഓക്കെ, കൂടാതെ അക്ഷയ് കോസ്റ്റിംഗിൽ കേരള ടോപ്പറും കൂടിയാണ്. അതെ, കോസ്റ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ പഠിച്ച സബ്ജക്റ്റാണ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഡെയിലി ഞാൻ വെറുതെ ഓരോ കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോ പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ട്, ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അതൊക്കെ തന്നെ മെയിൻലി. ഓക്കെ, അക്ഷയൻ്റെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ IIIലൊരു 2 ഫാക്ടേഴ്സ് അക്ഷയനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാം? മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് പറയുകയാണെങ്കിൽ നിഖിൽ സാറ്, അതുപോലെ തന്നെ ടാക്സ് നമുക്ക് അരവിന്ദ് സാറായിരുന്നു, പിന്നെ റമീസ് സാർ എടുത്തായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജോമൽ സാർ, അങ്ങനെ ഒരുപാട് ഫാക്കൽറ്റീസ്, ജുനീത് സാർ, ഒത്തിരി. നമ്മൾ ഒരു ഫാക്കൽറ്റീസ് എന്നുള്ള നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ, നമ്മൊരു ഫ്രണ്ട്സിനോട് എങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അവരെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുക, ആ ഒരു രീതിയിലായിരുന്നു ആക്ച്വലി ഫാക്കൽറ്റീസ് ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പൊട്ട ഡൗട്ടാണെങ്കിൽ പോലും നമുക്ക് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാം, ഫാക്കൽറ്റീസിനോട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അതന്നെയാണ് അതിൻ്റെ മെയിൻ ഫാക്ടർ. ഇപ്പോൾ നമുക്ക് ചെറിയ ഡൗട്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരു മടി കാണുമായിരിക്കും. വലിയ ഫാക്കൽറ്റീസ് അങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനത്തെ മൈൻഡൊന്നും ഉണ്ടായില്ല. ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട് രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ അക്ഷയ് വർക്ക് ചെയ്യുന്ന IIIൻ്റെ അക്കാഡമിക് സ്ട്രീമിൽ കോട്ടയത്താണ്. അതിൻ്റെ ഒരു അപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുക ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തൊക്കെ അവിടെ നടക്കുന്നുള്ളത്. അത് മേ ബി പുറത്തിരിക്കുന്ന വേറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടല്ല. അതിനെങ്ങനെയായിരിക്കും അക്ഷയ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? അതൊരു ഹിഡൻ ജെമ്മാണെന്ന് നമുക്ക് തന്നെ പറയാം. അതിനെപ്പറ്റി ആക്ച്വലി ഇവിടെ ആർക്കും അറിയപ്പെടണമെന്നില്ല. ഇവിടുത്തെ സ്റ്റുഡൻസ് ആയാലും അങ്ങനെ ഇവിടെ മെയിൻലി സ്റ്റുഡൻസ് കാണുക കാര്യമാണ്. ഞാനിപ്പോൾ പഠിക്കുമ്പോഴായാലും ഞാൻ കാണുക ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സ്, ഇങ്ങനെയുള്ളവർ. ഇവിടെ ഒരു ഹിഡൻ ജെമ്മാണ് ഇവിടെ കോട്ടയത്തെ ടീമിലെ അക്കാഡമിക്സ് ടീം. ആക്ച്വലി അവർ നമുക്ക് വീക്ക്ലി ടെസ്റ്റ്, പിന്നെ വർക്ക് ബുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി ടെസ്റ്റോടെ തന്നെ നമ്മൾ ഓരോ വീക്കിലി പഠിക്കുന്ന ആ ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് അതിന് വലിയ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ലായിരുന്നു.
ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളെന്ന് അക്ഷയ് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫാക്കൽറ്റി പൂളും പിന്നെ നമ്മുടെ അക്കാഡമിക് ടീമിൻ്റെ സപ്പോർട്ടാണ്. ഓക്കെ, ഡയറക്റ്റ് എൻ്റെ റൂട്ടിൽ കൂടെയാണ് അക്ഷയ് വന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്, പക്ഷേ ആക്ച്വലി അക്ഷയ്ക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്? തീർച്ചയായും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു കോഴ്സ് തന്നെ CMA. അതായത് എൻ്റെ ഒരു ലൈഫിൽ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഒരു ഡിഗ്രി വരെ എനിക്ക് ആക്ച്വലി 62 സംതിങ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ CMAയിലേക്ക് ജോയിൻ ചെയ്തത്. ഡിഗ്രി കൊണ്ട് ഒരു ലെവലിലേക്ക് എത്തുമല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനുശേഷം MBA എടുക്കാനായിരുന്നു പ്ലാൻ. പിന്നെ പ്ലാൻ ഡ്രോപ്പ് ആക്കി CMAയിലേക്ക് വന്നു. CMAയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സാകാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഓരോന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരും. അവർ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും. പതിയെ എന്താണ് ഞാൻ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും നാളുണ്ടായത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അറിയപ്പെടുന്നത് എന്താ, ഒരു റാങ്ക് ഹോൾഡർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അറിയപ്പെടുക. ഇത്ര നാളത്തെ പാസ്റ്റിനെ പറ്റി ആരും ചോദിക്കാൻ പോകുന്നില്ല. ഈ ഒരു ഇയറിലേക്ക് ഇട്ട എഫേർട്ടിനെ പറ്റി അല്ലേ, ഈ എഫേർട്ടും ആക്ച്വലി റാങ്ക് കിട്ടില്ലായിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ആ റാങ്ക് കിട്ടിയോണ്ട് തന്നെ ഈ എഫേർട്ടിനെ പറ്റി എല്ലാവരും ഇനി അറിഞ്ഞു തുടങ്ങും. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്റ്റ് കഴിഞ്ഞത് എന്തായാലും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ആ 1 ഇയറോ അല്ലെങ്കിൽ 1.5 ഇയറോ എന്താണ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ നല്ലൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അക്ഷയ് പറഞ്ഞതിൻ്റെ ചുരുക്കത്രേ ഉള്ളൂ, നിങ്ങളുടെ പാസ്റ്റ് എന്തായിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എത്രത്തോളം മാക്സിമം എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും, CA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മളുടെ ഇന്നത്തെ റിസൾട്ട്, എസ്പെഷ്യലി അക്ഷയ് പറഞ്ഞപ്പോഴത്തെ എക്സ്പീരിയൻസ്. കമ്മിങ് ഔട്ട് അമൽ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം കണ്ണൂർ. കണ്ണൂരിൽ നിന്നും ഇത്രയും അകലെ ദൂരമുള്ള കൊച്ചിയിലെ AAAയിൽ CMAക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു റീസൺ എന്താ? റീസൺ പറയുകയാണെങ്കിൽ അങ്ങനെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്ഥലത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം AAA കൊള്ളാം എന്ന് കുറച്ച് ഫ്രണ്ട്സും പറഞ്ഞു. അപ്പം അതനുസരിച്ച് AAA ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ടാർഗറ്റ് ഒന്നും വെച്ചിട്ടല്ല ഞാൻ വന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരണം. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം AAAനെ പറ്റി അറിഞ്ഞു. അപ്പം ഏതായാലും ഇവിടെ ചേർന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ റാങ്ക് കിട്ടും എന്നൊരു എക്സ്പെക്ടേഷൻ ഒന്നും എനിക്ക്, പക്ഷേ എനിക്ക് പാസ്സാവുമെന്ന് ഉറപ്പായിരുന്നു. എക്സാം എഴുതിയ ഒരു ഇതൊക്കെ വെച്ച് അതിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാം ഭയങ്കര അടിപൊളിയായിട്ട് എഴുതി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. പക്ഷേ എനിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തെന്നുള്ള അതിൻ്റെ ഫലം എന്തായാലും ദൈവം തരും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ വലിയ AAAയെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയായിരുന്നില്ല. AAAയിൽ വന്നിട്ട് 1 ഇയറിൽ ഇവിടുത്തെ ഒരു അക്കാഡമിക്സ് ടീമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്കൽറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് മെൻറ്റേഴ്സ് കോർഡിനേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ശേഷം ഹൗസ് AAA ചോദിച്ചാൽ ഇപ്പോൾ അമൽ എന്തായിരിക്കും പറയാം? ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ, അതായത് ഈ റാങ്ക് അടിക്കാനുള്ളൊരു ഫാക്ടർ എന്നാണ്. അതിലൊരു ഫാക്ടർ തന്നെയാണ് AAA. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു, അതിനുള്ളൊരു ഫാക്ടറാണ് AAA. ഇവിടുന്ന് എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫാക്കൽറ്റി സപ്പോർട്ടാണെങ്കിലും മെൻറ്റർ സപ്പോർട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒറ്റൊരു സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ്, അതൊരു CMA സ്റ്റുഡൻറ്റിന് വേണ്ട എല്ലാ ഒറ്റൊരു സോഴ്സിൽ നിന്ന് തന്നെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഒരു 1 ഇയർ കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സാവാനുള്ളൊരു മേജർ റീസൺസിലൊന്ന് AAA തന്നെയാണെന്ന് പറയാം. അക്ഷയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷയൻ്റെ 2 ഫാക്ടേഴ്സ് അക്ഷയനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്കൽറ്റി, അക്കാഡമിക്സ് ടീം. അതുകൂടാതെ ഒരു 3 ഫാക്ടേഴ്സ് AAAനെ കുറിച്ച് അമലിൻ്റെ അടുത്ത് ചോദിച്ചാൽ അമൽ എന്തായിരിക്കും പറയാം? അത് കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അക്ഷയ് പറഞ്ഞത് തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ മെൻറ്റർ സപ്പോർട്ട്. എനിക്ക് നല്ല സപ്പോർട്ട്. ഇപ്പം പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ മെൻറ്റേഴ്സിനെ വിളിക്കാം, അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അവരുടെ കൂടെ, അപ്പം ഞാൻ ഡൗട്ട് വെച്ച് വിളിച്ചവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അത് അവർക്കും ഭയങ്കര ഒരു ഇതാണ്, നമ്മൾ അവരോട് ഡൗട്ട് ചോദിക്കുന്നു. അപ്പം പെട്ടെന്ന് തന്നെ അവർ സോൾവ് ചെയ്ത് തരുകയും ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ, അതായത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര, അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കോളേജ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എൻ്റെ ക്ലാസ് ബെസ്റ്റാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സിലിപ്പം സാധാരണ ഞാൻ വിചാരിച്ച ഒരു CMA വഴി എല്ലാവരും ഭയങ്കര പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു മൈൻഡ് ആയിരിക്കും എല്ലാവർക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഫാമിലി പോലെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനാണെങ്കിലും എല്ലാവരും. ഇവരൊരു ഫാമിലിയായിട്ട് നിർത്തുന്നതിൽ നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്? ഞങ്ങളുടെ കോർഡിനേറ്റർ അഷിത മിസ്സായിരുന്നു. അപ്പം മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സപ്പോർട്ട് തന്നെയായിരുന്നു. ഫാക്കൽറ്റിയെ പോലെ തന്നെ മിസ് ഞങ്ങൾക്കൊരു സപ്പോർട്ടാണ്. കാരണം ഞങ്ങളെ വിളിച്ച് എപ്പോഴും അന്വേഷിക്കും. സ്റ്റഡി ലീവിൻ്റെ ടൈമിലാണെങ്കിൽ പോലും മിസ് നമ്മളെ പഠിത്തം എന്തായി അങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വിളിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇനിയൊരു CMA എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമൽ കൊടുക്കുന്ന ഒരു സജഷൻ എന്തായിരിക്കും? അതായത് ഇപ്പം നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന CA
ആണല്ലോ CMA ACC അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധിയുള്ളവരൊക്കെ ഈ കോഴ്സ് പാസ്സാവും എന്നാണ് ആദ്യം എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു വിചാരം. അങ്ങനെ അല്ലെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ പഠിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ അത് കിട്ടൂല. അപ്പം ഞാൻ കുറച്ച് ഫസ്റ്റ് പിന്നെ ശീലമായി, കുറെ കിട്ടാതെ വരുമ്പോൾ ശീലമായി. അത് മറികടക്കാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന്. ഓരോ മിസ്റ്റേക്ക് വരുത്തുമ്പോഴും നമുക്കത് ഓർമ്മ വരും. പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചു, ഇപ്പോൾ ഒരു MCQ ആണെങ്കിൽ പോലും അത് തെറ്റിച്ചു, പിന്നീട് ആ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തെറ്റിക്കില്ല. കാരണം നമ്മുടെ മനസ്സിലുണ്ട് ആ തെറ്റ് വരുത്തി ഒരു ഈഗോ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഞാൻ തെറ്റിച്ചാണല്ലോ. അപ്പം ആ ക്വസ്റ്റ്യൻ പിന്നെ നമുക്ക് എക്സാമിന് വരുമ്പോൾ മാക്സിമം മിസ്റ്റേക്സ് വരുത്തി തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് ആയിരുന്നു എനിക്ക് മെയിൻ എക്സാമിന് കൂടുതൽ ഉപകാരമാണ്. കാരണം ആ മിസ്റ്റേക്ക് വരുത്തിയ ക്വസ്റ്റ്യൻസ് പിന്നെ എക്സാമിന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ടൈം അധികം കളയാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഒരു മിറാക്കുലസ് എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതും ഒരു മാജിക്കൽ റിസൾട്ടാണ് ട്രിപ്പിളിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് CMA ഫൈനലിലും ഇപ്പോൾ 13-40 ആണെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഒരു ഫസ്റ്റും സെക്കൻഡും ഒക്കെ അടിക്കാൻ തന്നെ നിങ്ങൾക്ക് പറ്റട്ടെ. അതിനുള്ള എഫേർട്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് നമ്മൾക്കുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ തകർപ്പ് റിസൾട്ടാണ്. നിങ്ങൾ റിസൾട്ട് ഇന്ന് അതിരാവിലെ വന്നു. നിങ്ങൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ എവിടെയായിരുന്നു? ഉറങ്ങായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റു. ആണോ? രാവിലെ ഒരു 7:15 ആയപ്പോൾ റിസൾട്ട് വന്നത്. അതിൽ 7 മണിയൊക്കെ ഇപ്പോൾ ഫ്രണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിങ്ങളിപ്പോൾ മറ്റേ നമ്മുടെ അക്കാഡമിക് സഹായിക്കുന്നുണ്ടല്ലേ? അപ്പോൾ 7:15 ആയപ്പോൾ ഉറക്കെണീറ്റ് വരുന്ന സമയത്താണ് റിസൾട്ട് അറിഞ്ഞത്. പക്ഷെ നമുക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇല്ല. പിന്നീട് റാങ്ക് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ എങ്ങനെ അറിഞ്ഞു? പിന്നീട് ഞാൻ ജുനൈദ് സാറിനൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് സാറ് വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കത്തില്ലെന്ന് വെച്ചാൽ 500 ഇപ്പോൾ മാർക്ക് ഉള്ളതുകൊണ്ട്. അതെ 500 മേളില്. അപ്പം റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നേരം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവൻ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, എടാ ഇത് നമ്മുടെ ഫോട്ടോ അല്ലേ? നമ്മുടെ ഫോട്ടോ അല്ലേ, ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഞാനിവിടെ ISDCയിലായിരുന്നു. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നത്. അപ്പോൾ രാവിലെ റിസൾട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ മുൻ ബാച്ചസ്, നിങ്ങളുടെ ബാച്ചിന് മുന്നേ ഉള്ള ബാച്ചിലെ കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് പാസ്സായി, അവർ ഗ്രൂപ്പായിട്ട് കുറേ പേര് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ട്രിപ്പിൾ വളരെ മികച്ച റിസൾട്ട് ആയിരിക്കും ഇത്തവണ വരിക. കാരണം നിങ്ങളുടെ ബാച്ചിൻ്റെ റിസൾട്ട് അപ്പോൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ എന്തായിരുന്നാലും ഒരു മികച്ച റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാനും അടുത്തടുത്ത റൂമാണ്. അപ്പോൾ നിഖിൽ എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ സാർ ഇങ്ങനെ കുറച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പയ്യന്മാരുടെ റിസൾട്ടൊക്കെ വന്നോ, പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് ചോദിച്ചു. അപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണനുണ്ണിയുടെ റിസൾട്ട് വന്നു. അപ്പോൾ കൃഷ്ണനുണ്ണി അറൗണ്ട് 480 മേളിൽ മാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് 480 മാർക്കുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് നോക്കി. ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ 11 എത്ര 11 14 ഒക്കെ അല്ലേ ഉള്ളൂ. ഗ്രൂപ്പ് 60%. അത്ര 16. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് റാങ്ക് വീഴാൻ സാധ്യതയുണ്ട്. കാരണം 16% താഴെയാണെങ്കിൽ 450, എനിക്കൊരു 500 മേളിൽ വന്നാൽ റാങ്ക് വരും എന്നുള്ള ഒരു തോന്നലായിരുന്നു. പിന്നെയാണ് ഞാൻ ISDC ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ എനിക്ക് നിഖിൽ മെസ്സേജ് നിൻ്റെ അമലിൻ്റെ റിസൾട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 263, 258. അപ്പോൾ അത് 56 ഉറപ്പിച്ചോ, ഇത് റാങ്ക് ആയിരിക്കും, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. എക്സാക്ട്ലി. പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് വന്ന് നിങ്ങൾ കുട്ടികൾക്കൊരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമാണ് ഇനി അവർ കാണേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അധ്യാപകനായിരുന്നു, നിങ്ങൾ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അപ്പോൾ നിങ്ങളിനി കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എത്ര സമയം പഠിക്കുന്നു എന്നുള്ളതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ സ്റ്റഡി ലീവ് എത്ര നാളുണ്ടായിരുന്നു, എത്ര നാൾ കിട്ടിയായിരുന്നു? സ്റ്റഡി ലീവ് ഏകദേശം ഒരു 1 month. ഒരു മാസം ഉണ്ടായിരുന്നു. 1 മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 ദിവസത്തെ ലീവാണ് നിങ്ങൾക്ക് കിട്ടിയത്, സ്റ്റഡി ലീവ് കിട്ടി. പക്ഷെ അത് എന്നെ ആ ഒരു 30 ദിവസം എന്നുള്ളത് എന്നെ ഒന്ന് കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ഏകദേശം ഒരു മാസം റിവിഷൻ, അതായത് ജസ്റ്റ് ഒന്ന് റിവിഷനുള്ള ടൈം എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഏകദേശം പ്രിപ്പയർഡ് ആയിരുന്നു. നെഗറ്റീവായിട്ടൊന്നും അഫക്ട് ചെയ്തിട്ടില്ല. അതായത് അമലായിരുന്നാലും അക്ഷയ ആയിരുന്നാലും നിങ്ങൾ
ഒരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ടെസ്റ്റ് നമുക്ക് ഇവിടെ AAA കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അതാണ് അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരാഴ്ച എടുത്തത് നമുക്ക് ആ ആഴ്ച തന്നെ 2-3 വട്ടം റിവൈസ് ചെയ്യാം. ലാസ്റ്റിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഡെയിലി പഠിക്കുമായിരുന്നു. ഡെയിലി പഠിക്കുമായിരുന്നു. കാരണം പഠിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് CMA പോലത്തെ കോഴ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഡെയിലി പഠിച്ചു പോകുമായിരുന്നു. ശരിയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 9 മണിക്കേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ 15-16 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മളതിൽ 8 മണിക്കൂർ ഉറങ്ങിയാലും നമുക്ക് ഒരു ഉത്തരവാദിത്തം ഉള്ളൂ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കുട്ടിയോട് നിങ്ങൾ ഇത്രയും സമയം വരുന്നുണ്ട്, AAAയുടെ ടൈം വെച്ചാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ക്ലാസ് വിടുന്ന ആൾ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തിരിച്ച് ക്ലാസ്സിൽ കയറുന്നുള്ളൂ. ഇതിനിടയിൽ ഒരു 16 മണിക്കൂറോളം വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഒരു കുട്ടി മിനിമം എത്ര മണിക്കൂർ പഠിക്കണമെന്ന് നിങ്ങൾ പറയും? അല്ലെങ്കിൽ എത്ര? അതിപ്പോ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, അത് എന്നെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം. കാരണം വെച്ചാൽ എനിക്കൊരു കൺസെപ്റ്റ് ഇപ്പൊ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അതങ്ങനെ മനസ്സിലാവണമെന്നില്ല ചിലതൊക്കെ, പ്രത്യേകിച്ച് ഈ കോസ്റ്റിംഗ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ. അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇപ്പം ഒരു ടോപ്പിക്ക്, ഇപ്പം സാറിന്റെ ടാക്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി സാർ പഠിപ്പിച്ച ദിവസം ആ പഠിപ്പിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച അന്ന് തന്നെ ചെയ്യും. പിന്നത്തേക്ക് മാറ്റി വെക്കാതെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ആ പഠിപ്പിച്ച ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് എടുക്കും, അത് വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ അത് തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഈ എക്സാമിനും പ്രീവിയസ് ഇയറിൽ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര സമയം പഠിക്കണം എന്ന് വെച്ചാൽ അത് ഞാൻ ഒരാൾക്കാരെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആൾക്കാർക്ക് അത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവൻ കുറച്ച് പഠിച്ചാൽ മതി. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അത്രയും സമയം നമ്മൾ അതിനു വേണ്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഠിത്തമാണ് നമ്മുടെ മെയിൻ കാര്യമെന്ന് നമ്മൾ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതെല്ലാ കുട്ടികളും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഫാക്കൽറ്റീസ് എത്രത്തോളം റീച്ചബിൾ ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ച്? ഇപ്പോൾ എൻ്റെ കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്നെ ഒരു കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എനിക്കത് പറയാൻ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. AAAയുടെ ഫാക്കൽറ്റീസ് നിങ്ങൾ എത്രത്തോളം റീച്ചബിൾ ആയിരുന്നു? നിങ്ങൾക്ക് സംശയം വരുന്നത് ചിലപ്പോൾ രാത്രി ഈ പഠിക്കുന്ന സമയത്തായിരിക്കും വരിക. അപ്പോഴൊക്കെ നിങ്ങൾ സംശയം ചോദിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമായിരുന്നു? കിട്ടും. ഞങ്ങൾ ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ടിക്ക് വീഴേണ്ട സമയം അവരത് ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അവർ നമുക്ക് റിപ്ലൈ തരും. അല്ലെങ്കിൽ ഇപ്പം വലിയ ഡൗട്ടുകളും കാര്യങ്ങളും നല്ല എക്സ്പ്ലനേഷൻ വേണ്ട ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും. ഓക്കെ. നിങ്ങളുടെ ക്ലാസ് ഒരു ഭയങ്കര വൈബുള്ള ഒരു ക്ലാസ് ആയിരുന്നല്ലേ? അതെ, പഠിത്തം മാത്രമല്ല ഒരു ഫാമിലി ആയിരുന്നു ആക്ച്വലി. അതെ, ക്ലാസ് വിട്ടു പോയപ്പോഴും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അത് ഇത് പറയുമായിരുന്നു. അതായത് ഞാനും നിഖിലും ആദർശം നിങ്ങളുടെ ഫാക്കൽറ്റി ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോയപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ പോയപ്പോൾ പറയായിരുന്നു, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കൈയടിക്കുന്ന ഒരു ബാച്ച്. അത് ഏത് ചാപ്റ്റർ കഴിഞ്ഞാലും കൈയടിയാണ്. പിന്നെ പാട്ട് പാടൽ, നമ്മൾ ബെഞ്ചിൽ അടിച്ച് പാട്ട് പാടുന്നത്, അതൊക്കെ എല്ലാ ഫാക്കൽറ്റീസിനും മറക്കാൻ പറ്റാത്ത ഒരു ബാച്ചായിരുന്നു. ഈ വീട്ടിലെ റെസ്പോൺസ് എന്താണ് ഇപ്പോൾ നിലവിൽ? വീട്ടില് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി 21 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അറിയാം വല്ല പഠിക്കുമ്പോഴാണെന്ന് പറഞ്ഞോളൂ അല്ലേ. ബട്ട് എൻ്റെ വീട്ടില് ഭയങ്കര പഠിത്തത്തിനോട് ഭയങ്കര ഇതായിരുന്നു. നീ എത്ര കൊല്ലം വേണമെങ്കിലും ഇരുന്നോ, നിനക്ക് അതിനോട് അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എത്ര കൊല്ലം വേണമെങ്കിലും ഇരുന്നോ. പൂർണ്ണമായ സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന്. അമ്മയായാലും പപ്പയായാലും നല്ല സപ്പോർട്ടായിരുന്നു. ഇതെല്ലാ പാരൻസും ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പാരൻസ് മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് അധികം പ്രഷർ കൊടുക്കാതെ അവൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു, അവൻ്റെ ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യട്ടെ, അവനെ വിശ്വസിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഘോഷം തുടങ്ങി, വീട്ടിലെ ആഘോഷമാണ്. വീട്ടിൽ പോയിട്ട് വേണം ആഘോഷിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ജയറാമിനെ പോലെ അങ്ങ് പോകാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വർക്ക് ബുക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? വർക്ക് ബുക്കിന്റെ കൺസെപ്റ്റ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു? വർക്ക് ബുക്ക് ആദ്യം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ വർക്ക് ബുക്ക് കിട്ടി, ഇപ്പം അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് തന്നെയല്ലേ എന്ന് തോന്നി. അങ്ങനെ കുറെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം, ഇത് നോക്കി ചെയ്യുന്നു. അപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു ഇത് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നെങ്കിൽ ഒരു പോയിന്റ് സ്റ്റക്കായി ഇവിടെ ഇരിപ്പുണ്ട്,
നോക്കി എഴുതും. അതിൽ കാര്യമില്ല, എക്സാമിന് നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെച്ചാൽ പിന്നെ വർക്ക് ബുക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. കാരണം അതിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും, എന്നിട്ട് അതിലെ ആൻസേഴ്സ് ഫൈനൽ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവില്ല. ഇപ്പൊ ടാക്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ സാലറിയുടെ ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ പിന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് സ്പീഡും കിട്ടും, ചെയ്യാനുള്ള സ്കിൽ, ഓരോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മുടെ കൂടി വരുന്നുള്ളൂ. കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നോ? തീർച്ചയായും കമ്പൈൻ സ്റ്റഡിയാണ് എന്നെ ആക്ച്വലി ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. സ്റ്റുഡൻസ് ഓരോ ഡൗട്ട് ചോദിക്കുമ്പോഴും എനിക്കും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ ഈ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഇപ്പൊ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, സൂസൻ, ആയിഷ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, റോജി. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടെത്തി സോൾവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. അത് പഠിക്കേണ്ട ഏറ്റവും നല്ല സ്കില്ലെന്ന് പറഞ്ഞാൽ, പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു നുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിവിടെ സ്റ്റഡി ക്യാമ്പും ആക്ച്വലി ഉണ്ടായിരുന്നു. ഒരു 1 മന്തിന് മുന്നേ ഒരു 4-5 പേര് തങ്ങിയിരുന്ന ആക്ച്വലി ഓരോ പഠിക്കാൻ. അന്നേരം അങ്ങനെ ഒരു 5 ഡേ ക്യാമ്പയിൻ, FA ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സബ്ജക്ട്സ് അങ്ങനെ ഓരോ ടോപ്പിക്ക് 5 ഡേയ്സ് അങ്ങനെ തീർത്തുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെയാണ് നിങ്ങൾ പൂർണ്ണമായും തൃപ്തരായിരുന്നു. അപ്പോൾ ഫാക്കൽറ്റീസ് മാത്രമല്ലല്ലോ AAAയുടെ ഭാഗം എന്ന് പറയുന്നത്. ഫാക്കൽറ്റീസ് അവർ പഠിപ്പിച്ചിട്ട് രാവിലെ വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നു. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും. നമുക്ക് അഷിത മാം ആക്ച്വലി അഷിതയായിരുന്നു കോർഡിനേറ്റർ. അഷിത മാം ആയിരുന്നു കോർഡിനേറ്റർ. എന്തുണ്ടെങ്കിലും, അതായത് ഇപ്പൊ വീക്ക്ലി എക്സാം നടത്തുമ്പോഴായാലും എക്സാംസിന് മാർക്ക് കുറയും, എന്ത് പറ്റി ഇപ്രാവശ്യം എന്താ മാർക്ക് കുറഞ്ഞോ അല്ല ഇനി അടുത്ത പ്രാവശ്യം, അതായത് ഓരോ പ്രാവശ്യം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അത് ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ട്. അതന്നെ ഒരുപാട് പ്രചോദനം. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അഷിത മാമിനോട് പറയുമ്പോൾ അതിനനുസരിച്ച് അവര് സെറ്റ് ചെയ്ത് തരുമായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അത് അവരെ അക്കാഡമിക്സ് ടീമായാലും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് മെന്ററായിട്ട് വന്നതായിരുന്നു? ഞങ്ങൾക്ക് മെന്ററായിട്ട് ആഷിഖ് വന്നിട്ടുണ്ടായിരുന്നു, അഖിലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അഖിലും അവിടെ ഓൾറെഡി പിന്നെ ജോഷ്ന ചേച്ചി, പിന്നെ അനുശ്രീ ചേച്ചി, അൽഫോൺസ് ചേച്ചി, നമ്മുടെ ടീം ജോഷ്ന നിങ്ങളുടെ സീനിയർ ആയിരുന്നു? അതെ, ജോഷ്ന നിങ്ങളുടെ സീനിയർ ആയിരുന്നു. ഇപ്പൊ പുതിയ സമിതയും ജോയിൻ ചെയ്തു. സമിത നിങ്ങളുടെ ബാച്ച്? നമ്മുടെ ബാച്ച്. നിങ്ങളുടെ ബാച്ച്.